നിന്റെ ഫോൺ അവിടെ എന്തവിടെ കാണിക്കുന്നത്? കട്ടിയെ ഫോൺ കട്ടിയെ ഞാൻ നോക്കട്ടെ. അവിടെ ഉണ്ടാവുന്ന കാര്യം പറയട്ടെ, അവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത്. എടുക്ക്. എവിടെ ഫോൺ? അവിടെ കാണാനില്ല. എവിടെ നീ എടുത്ത് വെച്ചിക്കണ ഫോൺ? എന്റെ ഇല്ല അവിടെ ഉണ്ടാവുന്ന എന്റെ ഇല്ല. ഞാൻ അവിടെ തെരഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. നോക്കട്ടെ, ഞാൻ തെരഞ്ഞോക്കട്ടെ. അവിടെ വെച്ച അതെ അതന്നെ ഫോൺ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഫോൺ ഒളിച്ചു വെച്ചിട്ടുള്ള ഈ പരിപാടി അല്ലേ? ഈ ആരെയും വിളിക്കുന്നത്? ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞാൻ ഇപ്പൊ നിർത്തി തരാം കേട്ടാ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. നിന്റെ പഠിപ്പ് ഇതോട് കൂടി നിർത്തിക്കണെങ്കിൽ നീ ഫോണ് പിടിച്ചിട്ട് നീ ബാത്റൂമില് പോയിരിക്കണം. അച്ഛൻ കാണിച്ചല്ലേ ഞാൻ. അച്ഛനോട് പറയല്ലോ. അച്ഛനോട് പറയാതിരിക്കാൻ പറ്റില്ല. അതെന്താ സംഭവം നിൽക്കുന്ന അറിയണല്ലോ. അതെ, നീ ഇനി പഠിക്കണ്ട. നിന്റെ ഈ കാര്യങ്ങളൊക്കെ മുമ്പേ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ കല്യാണം ആലോചിക്കണ്ട് കേട്ടാ. അത് സമ്മതിച്ചെന്നെ പറ്റുള്ളോ, അല്ലാണ്ട് ഇത് ശരിയാവില്ല. ഇതെന്തൊക്കെ ഈ കാട്ടി കൂട്ടുന്നത്? ആരെയും കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്കിപ്പോ 18 വയസ്സായിട്ടല്ലോ അമ്മ. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെങ്കിൽ പഠിക്കണം. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം എന്താ വെച്ചാ ഇപ്പൊ ഇതൊക്കെ മൊബൈലും കൊണ്ട് ബാത്റൂമിൽ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ എന്തായാലും അച്ഛനോട് പറയണം, അല്ലെങ്കിൽ ശരിയാവൂല. പിന്നെന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനുള്ളത്, 18 വയസ്സോ 19 വയസ്സോ നോക്കണില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ കല്യാണം കഴിച്ച് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. വേറെ ഒന്നും ഞങ്ങൾ നോക്കണില്ല. ഇവല്ലാരും കൂടെ ഒളിച്ചോടി പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നാണക്കേടായില്ലേ? നാണക്കേട് ഉണ്ടാക്കാൻ ഇവിടെ പറ്റില്ല. അത് കാരണം ഞങ്ങൾ പറയണ കല്യാണത്തിന് സമ്മതിച്ചോ, അതാ നല്ലത്. അമ്മ എന്നെ പറ്റി ചിന്തിക്കണ്ടോ? എന്നെ പറ്റി ആരെങ്കിലും ഇവിടെ ചിന്തിക്കണ്ടോ? ഈ 18 വയസ്സായിട്ടുള്ള പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് ഇങ്ങനെ ശരിയാവുക? ഇതാണ് എല്ലാ പെൺകുട്ടികളുടെയും കാര്യങ്ങള്. പെട്ടെന്ന് അവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് അയാളെ കല്യാണം കഴിച്ചാൽ മതി. എനിക്കൊരു ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ പോയി ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ച് നോക്കിയേ. എന്റെ ജീവിതം നന്നാവും എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണില്ല നന്നാവും. ഈ വലിയ ഗ്ലാമർ കാര്യങ്ങളൊന്നും നോക്കണ്ട. നല്ല സ്വത്തും മുതലുള്ളവർത്തിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത്. നല്ലോണം പണിക്കാരും ഒക്കെ ഉണ്ട് അവിടെ. നിനക്ക് അവിടെ പോയി ഒന്നും ചെയ്യണ്ട, സുഖമായിട്ട് അവിടെ ഇരുന്നാ മതി. അതാണ് ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? ഫോണിൽ ഇങ്ങനെ കളിച്ചിരിക്കല്ലേ. ഇതാണ് അമ്മ സുഖ സന്തോഷം എന്ന് പറയുന്നത്. എനിക്കിത് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ചെറിയ ജോലിയാണെങ്കിലും അതുണ്ട് ഒരു സുഖം സന്തോഷമൊക്കെ. എനിക്കിത് താല്പര്യം, ഞാൻ സമ്മതിക്കൂല. ഒക്കെ നിന്റെ പ്രായത്തിന്റെ തോന്നലാണ്. മനസ്സിലായില്ല? എന്തായാലും ഞങ്ങള് കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. വലിയ ഗ്ലാമർ കാര്യങ്ങളൊന്നും നോക്കണ്ട. എന്തായാലും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ. നീ നല്ല നിലയിൽ ജീവിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയണത്, ഞാൻ പറയണത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എത്ര പെട്ടെന്ന് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. മനസ്സിലായില്ല? സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അതാ പറഞ്ഞ വലിയ ഗ്ലാമർ കാര്യങ്ങളൊന്നും നോക്കണ്ട നീ. എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. എനിക്ക് ഒരാളെ ഇഷ്ടം, ഞാൻ അയാളെ മാത്രം കല്യാണം കഴിക്കും. അവരാണെങ്കിൽ ദേവിയുടെ കല്യാണത്തിന് നിന്നെ കണ്ടിട്ടുണ്ട്. അച്ഛൻ വന്ന എന്തായാലും ഉറപ്പായിട്ട് അത് ഞങ്ങൾ ഉറപ്പിക്കും. വരുന്ന ഞായറാഴ്ച അവരോട് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതേ നടക്കുള്ളൂ. അവരാണെങ്കിൽ 100 പവന് ഒരു കാറാ ചോദിച്ചിട്ടുള്ളൂ. 100 പവനും കാറാ? ഇതൊക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ നിങ്ങള്? എന്തായാലും ഈ വീട് വിറ്റാലും വേണ്ടില്ല, നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. കാരണം എന്താന്ന് വിചാരിച്ചു വാടകയ്ക്ക് പോയാലും വേണ്ടില്ല, കല്യാണം നടത്തി തന്നെ പറ്റുള്ളൂ. എന്തിനാണ് എത്ര ബുദ്ധിമുട്ടി കല്യാണം കഴിപ്പിച്ച് വിടണേ? ഈ വീടൊക്കെ വിറ്റിട്ടും എല്ലാം ചെയ്തിട്ട്. ആകെ എനിക്ക് 18 വയസ്സല്ലായിട്ടുള്ളൂ. എനിക്കിപ്പൊ എന്നെ കല്യാണം ഒന്നും കഴിക്കണ്ട. അവരാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു ജോലി ഉണ്ട്, അത് മതി. എനിക്കിപ്പൊ പഠിക്കണം ആവശ്യം. എനിക്കിപ്പൊ പഠിക്കണം, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ അന്വേഷിച്ചു അവന്റെ കാര്യങ്ങളൊക്കെ. സെയിൽസ്മാൻ അല്ല അവന്റെ ജോലി. അത് നടക്കാത്ത കാര്യങ്ങളാണ്. ജോലിയില്ല പോലും ഇല്ലാത്ത ഒരു ചക്കൻ. എന്താ ചെറിയ ജോലി അങ്ങനെയൊക്കെ തരം താഴ്ത്തി പറയണേ? എന്ത് ജോലി അതിനൊരു അന്തസ്സില്ലേ? നമുക്ക് എന്തുണ്ടായിട്ടാ? അതെ, നീ ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ വിചാരിച്ച കാര്യം തന്നെ നടക്കുള്ളൂ. നിന്റെ പ്രേമം കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല. വരുന്ന ഞായറാഴ്ച അവര് വരും. അവിടെ പോയി നിൽക്കന്നെ വേണം കേട്ടാ. ഹലോ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. വീട്ടില് കല്യാണം ഉറപ്പിച്ചു. എന്റെ സമ്മതം ഉണ്ടായിട്ടല്ല, വീട്ടുകാരായിട്ട് ഉറപ്പിച്ചതാ. ഗവൺമെന്റ് ജോലിക്കാരനാത്ര. എനിക്ക് ഒട്ടും സമ്മതമില്ല. ഞാൻ ഇറങ്ങി വരില്ല, എനിക്ക് പേടിയാ. അച്ഛനമ്മേനെ നാണം കെടുത്തിട്ട് ഞാൻ വരില്ല. എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒന്നും അറിയില്ല. എന്ത് ചെയ്യാനാ? ഞാൻ ചെക്കനോട് എന്തായാലും സംസാരിച്ചു നോക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാ? ശരി, ഞാൻ വിളിക്കാം എന്നിട്ട്.
എവിടെ ആൾക്കാർ വന്നിട്ട് നീ എന്തെങ്കിലും സുഖരിയാണ്ട് നിൽക്കണേ കൊട്ടി ചായ കൊണ്ടേ കൊടുക്ക് എടുക്ക് എന്നാ കൊണ്ടേ കൊടുക്ക് ചെല്ലേ കുട്ടീനെ ഇഷ്ടായോ മോനെ? ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അല്ല എനിക്കങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. അല്ല എനിക്ക് സംസാരിക്കാനുണ്ട്. ഓ ഞാൻ പോരാ. ഒരുപാട് നേരം ആയില്ലേ നിൽപ്പ്, ഒന്നും പറഞ്ഞില്ല ഇതുവരെ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. വീട്ടുകാരെ നിർബന്ധിച്ച കാരണം കൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അവരായിട്ട് തീരുമാനം എടുത്തു, എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്വർണം കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികവും ഞങ്ങൾക്കില്ല. പിന്നെ നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ എൻ്റെ പേരിലാണ് കൊടുക്കണത്, അത്രേ ഒരു ചിന്തിക്കാനുള്ളൂ. ഇവിടെ തന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ഫാമിലി ഉണ്ട്, അത്യാവശ്യം ഞങ്ങൾ ഫിനാൻഷ്യലായിട്ട് സെറ്റിൽഡ് ആണ്. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേറെ ആൾ ഇഷ്ടമാണ്. പിന്നെ താനായിട്ടൊരു ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അയാളെ മനസ്സിൽ നിന്ന് പോവില്ല. തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കില്ല എന്തായാലും. ദയവച്ച് തന്നെ കല്യാണം കഴിക്കരുത്. അവർ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമായില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വിളിച്ചത്. അങ്ങനെ നീ പവന് കിട്ടി സുഖമായിട്ട് ജീവിക്കണ്ടേ? നിന്റെ 100 പവനും കാറും എനിക്കുള്ളതാണ്. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. എന്തായാലും ഇത് നടത്താനുള്ള തീരുമാനം തന്നെ. ഞങ്ങൾ നടത്താൻ തന്നെ തീരുമാനം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ചെക്ക ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്, കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്ര പെട്ടെന്ന് ഈ വീടും കള കാര്യങ്ങളും നോക്കാൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. നിന്റെ വീട്ടുകാർ പറഞ്ഞ 100 പവനിൽ 90 പവനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 10 പവൻ 10 ദിവസം കിട്ടിയില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും ഞാൻ. കേട്ടില്ലേ? ഉറപ്പ് തന്നിട്ട് നീ കല്യാണം നടന്നത്. അല്ലാണ്ട് നിന്റെ സൗന്ദര്യം കണ്ടിട്ട് മറ്റേത് കണ്ടിട്ടൊന്നല്ല. ഞങ്ങൾക്ക് കിട്ടാളെ കിട്ടിയിരിക്കണം. പിന്നെ നിന്റെ അച്ഛൻ തന്നിട്ടുള്ള കോപ്പിലെ കാറ്, ഞാൻ ഈ കാറൊന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ വില കുറവിലുള്ള ഒരു കാറ് മേടിച്ച് എനിക്ക് അങ്ങോട്ട് തന്നു. യാത്ര ചെയ്താൽ മാത്രം പോലെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ തലകുറിച്ച് നിൽക്കാൻ പറ്റണ്ടേ? എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഉണ്ട് പറ്റുന്ന കാറ് വേണം. കാറ് അയാളോട് കുടുക്കി തിന്നാൻ പറയും. 100 പവൻ ബാക്കി 10 പവൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ യാതൊക്കെ എനിക്ക് തരാനുള്ളതൊക്കെ തന്നോ? കേട്ടില്ലടി? അടങ്ങി ഇതിനോട് പണിയെടുത്ത് ജീവിച്ചോളൂ. എങ്ങോട്ടാ മെറ്റൊക്കെ വിരിച്ചിട്ട്? നീ നിലത്ത് കിടന്നാൽ മതി കേട്ടാ. തരാനുള്ളതൊക്കെ തന്നിട്ട് നീ മെത്താമ കയറി കിടന്നാൽ മതി. എന്നിട്ട് വീട്ടുകാരോട് കൂടി പറഞ്ഞേക്ക്. നിന്നെ അവിടെ ഞങ്ങൾ പട്ടിയുടെ പോലെ പണിയെടുക്കും. നീ തരാനുള്ള 10 പവൻ മുതലാവണ വരെ നിന്നെ ഇവിടെ പണിയെടുപ്പിക്കും, ഒരു വേലക്കാരിയുടെ പോലെ. കേട്ടോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാ. എൻ്റെ ഫോൺ വരെ മേടിച്ച് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കലൊന്നും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. എത്ര പ്രാവശ്യം നിങ്ങളിത് തന്നെ പറയണോ? എത്ര വട്ടം ഞാൻ നിങ്ങളത് വിളിച്ച് പറഞ്ഞു. ഇനി ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ അവസാനം എടുത്ത് തീരുമാനം എടുക്കും. അതുവരെ ഉണ്ടാവും കേട്ടോ. ശരി. നേരം വെളുത്ത അലറടിച്ചില്ലല്ലോ. ഇവിടെ ഒരു കോഴീനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഞാനിന്ന് കൊടുക്കാം. പട്ടിയെ പോലെ കിടന്ന് ഉറങ്ങാം. എണീക്കടി, എണീറ്റ് പണി ചെയ്യടി, എണീക്കടി.